അതൊരു ന്യൂ സീസൺ. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായമാക്കി ദൈവം മാറ്റാൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം എന്നോട് ഇടപെട്ടപ്പോൾ ഞാൻ യോർദാനെ കുറിച്ച് പഠിക്കുവാനായിട്ടിടയായി. ഞാൻ നോക്കിയപ്പോൾ സങ്കീർത്തനക്കാരൻ വിഷാദിച്ചിരിക്കുന്ന സങ്കീർത്തനക്കാരന് ഒരു സന്തോഷം നൽകിയത് ഈ യോർദാനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ്. കാരണം അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു അനുഭവമാണ് യോർദാനിൽ കാണുവാൻ കഴിയുന്നത്. നിന്റെ ജീവിതത്തിന്റെ മാറ്റം വരുത്തുന്ന ഒരനുഭവം യോർദാനിൽ നിനക്ക് കിട്ടും. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? അത് കടക്കുവാനിടയാകുമ്പോൾ. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. നിന്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് യോർദാൻ ഇപ്പുറം നിൽക്കുവാനല്ല, യോർദാൻ കടന്ന് അപ്പുറം പോകണം. ഹല്ലേലൂയ. ഇതാ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിന്റെ മുൻപിൽ ഒരു തടസ്സമുണ്ട്. അത് യോർദാനോളം പ്രശ്നമുള്ളതാ, പ്രയാസമുള്ളതാ, കാഠിന്യമുള്ളതാ. പക്ഷെ അവൻ കൽപ്പിച്ചവന്റെ മുൻപാകെ, കൽപ്പിച്ചവന്റെ വാക്ക് പ്രമാണിച്ചുകൊണ്ട് നീ ചുവട് വെച്ചാൽ, ഹല്ലേലൂയ, കൽപ്പിച്ചവന്റെ വാക്ക് പ്രമാണിച്ചുകൊണ്ട് ചുവട് വെച്ചാൽ നിന്റെ മുൻപിൽ തടസ്സങ്ങൾ മാറിപ്പോകുവാനായിട്ടിടയാകും. ഈ വഴിക്ക് എന്ന് പറഞ്ഞാൽ പുതിയ ബിഗിനിങ് ആണ് നിന്റെ ജീവിതത്തിൽ നൽകി തരുന്നത്. അതുകൊണ്ട് ഈ വഴിക്ക്, ഇതിനു മുൻപ് പല പ്രാവശ്യം പല മേഖലകളിൽ കൂടി ചുറ്റി സഞ്ചരിച്ചതാ, പക്ഷെ ഈ വഴി ഒരു പുതിയ വഴിയാണ്. ഹല്ലേലൂയ. ഏറ്റെടുത്തോട്ടോ, ഈ വഴി ഒരു പുതിയ വഴിയാ. യോശുവോട് പറയുകയാണ്, യോശുവേ, ഈ ജനം കാണുകെ ഞാൻ നിന്നെ വലിയവരാക്കാൻ പോവുക. ഹല്ലേലൂയ. തീരമെല്ലാം കവിഞ്ഞൊഴുകുന്ന പശ്ചാത്തലത്തിൽ അവൻ യോശുവ പറയുകയാണ്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ അത് ചുമന്നുകൊണ്ട്, ഹല്ലേലൂയ, എവിടെ ചെല്ലണം? അവൻ യോർദാന്റെ തീരത്തോട് ചേർന്ന് വെള്ളത്തിൽ കാൽ ചവിട്ടണം. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെതായ ശ്രേഷ്ഠത വെളിപ്പെടുന്നത്. തീരം കവിഞ്ഞൊഴുകുമ്പോൾ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ, if you are bearing God in you, ജീസസ് അല്ലെങ്കിൽ യേശുവിനെ നീ നിന്റെ ഉള്ളിൽ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ നിന്റെ മുൻപിലുള്ള ബാരിയറിനെ വിശ്വാസത്തോടെ ചവിട്ടുവാൻ നിനക്ക് സാധിക്കും. ഡീപ്പായിട്ടുള്ള ഫ്ലോ എന്ന് പറഞ്ഞാൽ ഹെർമോനിയം മലയിൽ നിന്ന് ഒഴുകി വരികയാണ്. ഈ ഒഴുക്കിന്റെ ഇടയിൽ വെച്ച ഈ ക്രോസിംഗ് ഉള്ളത്. അതുകൊണ്ട് ഈ പുരോഹിതന്മാരുടെ കാൽ അവിടെ ചവിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? അവിടെ നിന്ന് വന്ന വെള്ളം ഒരു ചിറ പോലെ നിന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഒഴുകി വന്ന വെള്ളം ഒരു ചിറ പോലെ നിന്നു എന്ന് പറഞ്ഞാൽ താഴത്തേക്കുള്ള വെള്ളത്തിന്റെ സ്രോതസ് വാർന്നുപോയി. കഴിയും. അനേകർ യോർദാനോളം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാവർക്കും വരുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ചുരുക്കം ചില പ്രിയപ്പെട്ടവർ മാത്രമേ അത് ക്രോസ് ചെയ്തിട്ടുള്ളൂ. ഹല്ലേലൂയ. ആ ക്രോസ് ചെയ്ത ഒരുവന്റെ പേര് ഏറ്റുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്തുകൊണ്ടാണ് ദൈവം ഇത് ഒരു പ്രോമിസ്ഡ് ലാൻഡ് ആക്കിയെന്നുള്ളത്. ഹല്ലേലൂയ. ലോത്തിനെ കുറിച്ച് നമുക്കറിയാം. ലോത്ത് യോർദാൻ അരികിലുള്ള പ്രദേശമെല്ലാം നീരോട്ടമുള്ളത് കണ്ടിട്ട് അത് തെരഞ്ഞെടുത്തു. But he didn't cross that. ലോത്ത് അത് ക്രോസ് ചെയ്തില്ല. പക്ഷെ ഒരുവൻ ക്രോസ് ചെയ്തു. അവന്റെ പേരാണ് യാക്കോബ്. യാക്കോബിനെ കുറിച്ച് പറയുകയാണ്, അവൻ, ദൈവമേ, ഞാനൊരു വടിയായിട്ടായി യോർദാൻ കിടക്കുന്നേ. അവൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ യോർദാൻ കടന്ന യാക്കോബ് മടങ്ങി വരുന്നത് ഒരു അനുഗ്രഹവുമായിട്ടാണ്. If you are bad, if you are strong to cross this Jordan, ഈ യോർദാൻ നീ കടക്കുവാൻ നീ ഹല്ലേലൂയ ഹൃദയത്തിൽ ബലപ്പെടുന്നെങ്കിൽ ഒരു അനുഗ്രഹം നിന്റെ മുൻപിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോർദാൻ കടക്കുന്നതിന് മുൻപ് യാക്കോബ് വീക്കായിരുന്നു, തളർന്നവനായിരുന്നു, ക്ഷീണിച്ചവനായിരുന്നു, ഒരു കല്ല് തലയണയായി വെച്ച് കിടന്ന് ഉറങ്ങിയവനാ. പക്ഷേ അവൻ പറയുവാനുണ്ടായ സാഹചര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാനൊരു വടിയോടുകൂടെ മാത്രമാണ് ഇവിടെ കടക്കുന്നത്. ഹല്ലേലൂയ. വടിയോടുകൂടെ കടന്നവൻ മടങ്ങി വരുന്നത് അവൻ കൂട്ടത്തെ 3ഉം 4ഉമാക്കി വേർതിരിക്കത്തക്കവണ്ണം അവൻ കടന്നു വരുവാനായിട്ടിടയായത്.